അപ്പോൾ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നതേ കൊട്ടിലുക്കൽ അസുര മഹാകാളൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒരു വിശേഷങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സംഭവം നമ്മുടെ നാട്ടുംപുറങ്ങളിൽ എന്താ പറയുക, ഇടിഞ്ഞ് പൊളിഞ്ഞ് പോകണം, അതായത് നാശമായി പോണ കുറേ സംഭവങ്ങളുണ്ട്. അതിൽ വലിയൊരു പങ്കും ക്ഷേത്രങ്ങളാണ്, മഹാക്ഷേത്രങ്ങളാണ്. അതായത് ആ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാലഘട്ടങ്ങളിൽ അത്രയും സാമ്പത്തികം ചിലവാക്കിയിട്ട് അല്ലെങ്കിൽ അത്രയും ആളുകളുടെ അധ്വാനത്തിന് മുകളിലാണ് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഒരു കുളം ഉണ്ടല്ലോ. ഈ കുളം ഇങ്ങനെ ഒരു രൂപത്തിൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിൻ്റെ 4 പുറത്ത് നമ്മൾ കാട് പിടിച്ച് കിടക്കണം. ഇതിൻ്റെ 4 പുറം നല്ല വെട്ടുകല്ല് വെച്ചിട്ടുള്ള മതിൽ വെച്ചിട്ടാണ് ഇത് ചുറ്റിനും കെട്ടിയുണ്ടാക്കിയിരിക്കുന്നത്. ഈ കാണുന്ന സംഭവങ്ങൾ കംപ്ലീറ്റ് ഇതേപോലെ ഇപ്പോൾ കെട്ടിയുണ്ടാക്കാനുള്ള സാമ്പത്തിക ആലോചിച്ച് നോക്കി നോക്ക്. ഇത്രയ്ക്ക് നല്ല വലിയൊരു ക്ഷേത്രം. ഇത് ഉള്ള സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. ഇത് പട്ടാമ്പി ടു കൂറ്റനാട് പറഞ്ഞ റോഡിൽ നമ്മളെ കട്ടിൽമാട വാവിനൊരു ഭാഗത്താണ് ഈ അമ്പലം ഉള്ളത്. ഇത്രയ്ക്കും വലിയ വലിയ അമ്പലങ്ങൾ. ഈ അമ്പലത്തിൻ്റെയൊക്കെ മുകൾ ഭാഗത്തേക്കൊക്കെ നോക്കി നോക്കും. ഈ സംഭവങ്ങളൊക്കെ അത്രയും കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ചെയ്തെടുക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പൈസ ചിലവാക്കുന്നത്, അല്ലെങ്കിൽ അന്നത്തെ എന്തെങ്കിലും കാരണവശാൽ ഈ അമ്പലം നല്ല ലെവലിൽ പോയിക്കൊണ്ടിരുന്ന അമ്പലങ്ങളായിരിക്കും അല്ലേ. അത് ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, ഇതിൻ്റെ മതിലുകളും ചുമരുകളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കാരണം ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എത്തിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഈ സംഭവത്തിൻ്റെ ആ ഒരു ചുമരിൻ്റെ ഒക്കെ ഷേപ്പ് ഉണ്ടല്ലോ, ഒരു കോട്ടം കണക്കിന് ഒരു ഭരണിയുടെ ഷേപ്പിൽ ആ ചുമരിങ്ങനെ കെട്ടി മുകൾ ഭാഗത്തേക്ക് ഇന്നത്തെ സിമെൻറ്റ് വെച്ചിട്ട് തേക്കണ പോലെ പണ്ടത്തെ എന്തൊക്കെയോ മെറ്റീരിയൽ വെച്ച് തേച്ചിട്ടൊക്കെയാണ് അത്രയും ആംബിയൻസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഈ വാതിലൊക്കെ തുറന്നിട്ട് വർഷങ്ങളായിരിക്കണം. കാരണം ഇതിൻ്റെയൊക്കെ മരത്തിൻ്റെയൊക്കെ ആ ഒരു ഇത് ചതിലയം കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവർ തിന്നും അടുത്ത് ഇട്ടിട്ട് പോയിരിക്കും. അത്രയും പഴക്കം ചെന്നിട്ട് ഈ വാതിലൊക്കെ വർഷങ്ങളായി തുറന്നിട്ടെന്ന് പറയുന്നത്. സംഭവം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തികമാണ്. എങ്കിൽ മാത്രമേ ഇതൊക്കെ നേരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനുള്ള ഈ കല്ല് നോക്കി നോക്ക്, ഈ കല്ലിൻ്റെ ഷേപ്പ് നോക്കി. ഇവിടുന്ന് മുതൽ ഇങ്ങനെ കറവടിച്ചിട്ട് ഏത് കാലത്ത് ചെത്തി ഉണ്ടാക്കിയതാ വെച്ചിട്ട് എന്നൊക്കെ. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തേക്ക് കയറി കാണിച്ചു തരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലമാണ്. അമ്പലത്തിൻ്റെ അതായത് അതിൻ്റെ അധികാരികളുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിലത്തൊക്കെ കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നുകൊണ്ടൊരു പരിമിതിയിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാൻ കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വെട്ടുകല്ലുകളുണ്ടല്ലോ, അതിൻ്റെ ചിലവ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ അമ്പലമൊക്കെ ആരും അറിയാണ്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതൊക്കെ പറ്റുകയാണെങ്കിൽ വരിക, നേരിട്ടിട്ട് കാണാൻ പറ്റുക വെച്ചാൽ കാണുക. ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ അമ്പലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടിട്ട് അറിയാം. അപ്പോൾ നമ്മളുടെ ഈ അമ്പലത്തിലേക്ക് വരാനുള്ള ഒരു ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് പാലക്കാട് ജില്ലയിലാണ് ഉള്ളത് കേട്ടോ. നേരത്തെ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ ഗുരുവായൂർ കൂറ്റനാട് ആ റൂട്ടിൽ എത്തുമ്പോൾ വാവനൂർ പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ് ഈ അമ്പലത്തിൻ്റെ ലൊക്കേഷൻ ചോദിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ പേര് കൊട്ടിലുക്കൽ അമ്പലമാണ്. മഹാകാളൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ ചോദിച്ചാൽ മതി. അത്യാവശ്യം നല്ലൊരു ആംബിയൻസിനോട് വന്നു കഴിഞ്ഞാൽ കാണാൻ നോക്കുക. അതുമാതിരി ഞാൻ മറ്റൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.